Hi students, welcome to Text Tutor Academy. അപ്പോൾ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത് ഏതൊക്കെ ടോപ്പിക്സ് ആയിരുന്നു? ഇറ്റ് ഈസ് അബൌട്ട് ദ ടെമ്പിൾസ് ലൈക്ക് ബൃഹദീശ്വര ടെമ്പിൾ ആൻഡ് ഗംഗൈകൊണ്ട ചോളപുരം ടെമ്പിൾ. And also we have discussed a new topic, which is that topic. It is the Chalukyas temples. It is very famous for rocket temples. They are like rocket temples. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രികക്ഷികളാണ്. ഇറ്റ് ഈസ് ദ ത്രീ പാർട്ടി അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഈ ഒരു ടേം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇറ്റ് ഈസ് CE 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയില് നിലനിന്നിരുന്ന ബുദ്ധമത പഠന കേന്ദ്രത്തെയാണ് അല്ലെ നമ്മൾ ഈ ഒരു ത്രിപാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. നാളന്തയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിന്റെ എന്താണ് ഇത് ഈ ഒരു ടേം ഡിനോട്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ചിത്രം കാണുമ്പോൾ, പിക്ചർ നെക്സ്റ്റ് സ്ലൈഡിൽ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് നളന്ദ, ദ ബുദ്ധിസ്റ്റ് സ്റ്റഡി സെന്റർ വിച്ച് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ഗിവൺ ഇൻ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഏത് ടൈമിലാണ് ഈ ഒരു നളന്ദ പിക്ചർ അല്ലെ, ഈ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റഡി സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഇൻ 5th century കോമൺ എറയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പിക്ചറൈസേഷൻ നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഈസ് ഇതാണ് അല്ലെ ഈ നളന്ദ സ്റ്റഡി സെന്റർ. എന്താണ്? നളന്ദ യൂണിവേഴ്സിറ്റി ആണ് അല്ലെ. ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ആരുടെ പീരീഡിലാണ്? ഈ ഒരു നമ്മുടെ ചോള രാജാക്കന്മാരുടെ ടൈമിലാണ്. നളന്ദ യൂണിവേഴ്സിറ്റി മാത്രമാണോ ആ ഒരു ടൈമിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? അല്ല, തക്ഷശീല യൂണിവേഴ്സിറ്റി ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിനെ ഉൾപ്പെടുത്തുന്ന ഒരു ടേം ആണ് ത്രിപാർട്ടി, ത്രികക്ഷികൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ നളന്ദ യൂണിവേഴ്സിറ്റിന്റെ ഒരു പിക്ചറൈസേഷൻ അല്ലെ. ആ ഒരു കാലഘട്ടത്ത് അത്ര സബ്ജക്റ്റ് ഒന്നും പഠിപ്പിച്ചിരുന്നെങ്കിലും മെയിൻ ആയിട്ട് എന്താണ് നമ്മളെ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു ഗ്രാമറുകള് അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലൈസ് ചെയ്യുന്ന കോഴ്സ് ആയിരുന്നു അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പൊ എന്താണ്? ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുയാങ് സാങ് അടക്കം നിരവധി പേര് സന്ദർശിക്കുകയും പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേട്ടോ അല്ലേ. പക്ഷെ പിൽക്കാലത്ത് അത് വലിയ തകർച്ച നേരിട്ടു എന്നാണ് പറയുന്നത് അല്ലെ. ദിസ് യൂണിവേഴ്സിറ്റി വിസിറ്റഡ് ആൻഡ് സ്റ്റഡീഡ് ബൈ മെനി ഇൻക്ലൂഡിംഗ് ദ ഫേമസ് ചൈനീസ് ട്രാവലർ ഹുവാങ് സാങ് വിച്ച് കൊളാപ്സ്ഡ് ലേറ്റർ. ബട്ട് പിന്നെന്താ സംഭവിച്ചത്? എന്നാൽ നളന്ദ സർവകലാശാലയെ പുനരുദ്ധരീകരിച്ച് ഭരണാധികാരികൾ പ്രധാനിയായിരുന്ന അല്ലെ പാലരാജാവായിരുന്ന ധർമ്മപാലൻ വീണ്ടും വന്നു. അതിനെ കൂടുതൽ കൊണ്ടുവരണം, അതിനെ പിന്നെയും അല്ലെ ഇമ്പോർട്ടൻസിന്റെ സൊസൈറ്റിയിൽ കൊണ്ടുവരണമെന്ന് നമ്മുടെ എന്താണ് ധർമ്മപാല എന്ന് പറയുന്ന പാല കിങ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. ഓക്കെ, പിന്നെ നളന്ദയുടെ ചെലവിലേക്കായി അദ്ദേഹം 200 ഗ്രാമങ്ങളാണ് കേട്ടോ ദാനം നൽകിയത്. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുന്ന ധർമ്മപാല എന്ന് പറയുന്ന ആ ഒരു രാജാവ് അതിന് മുൻഗണന നൽകി അല്ലെ. അതിനു വേണ്ടി 200 ഗ്രാമങ്ങളാണ് കേട്ടോ നമ്മുടെ അല്ലെ രാജാവായ പാല രാജാവായിട്ടുള്ള ധർമ്മപാല ഡൊണേറ്റ് ചെയ്തത്. ഓക്കെ, ഇനിയും അതിനെ പുനരുദ്ധീകരിക്കണം, റീഡെവലപ്മെന്റ് വേണം. അതുകൊണ്ട് മാത്രമല്ല മഗധയില് ഗംഗാ നദിയുടെ തീരത്ത് കുന്നിന് മുകളിലായിട്ട് വിജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കായിട്ട് വിക്രംശീല എന്ന് പറയുന്ന സർവകലാശാലയും നമ്മുടെ ധർമ്മപാല രാജാവ് പാലരാജാവായിട്ടുള്ള ധർമ്മപാല നിർമ്മിച്ചു. വിക്രംശീല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ നളന്ദയ്ക്ക് വേണ്ടി അദ്ദേഹം 200 ഗ്രാമങ്ങളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ധർമ്മപാല എന്ന് പറയുന്ന രാജാവ്. പിന്നെ മഗധ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുന്നിന്റെ മുകളിലായിട്ട് ഗംഗാ നദിയുടെ ബാങ്ക്സിനടുത്തായിട്ട് അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് അനദർ യൂണിവേഴ്സിറ്റി. ഇറ്റ് ഈസ് വിക്രംശീല യൂണിവേഴ്സിറ്റി. ഓക്കെ, പിന്നെ CE 8-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ KK ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്രമാക്കി ഭരിച്ചിട്ടുള്ള രാജാവാണ് ധർമ്മപാല എന്ന് പറയുന്ന രാജാവ് അല്ലെ. ഏത് നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ട് വരെയാണ്? 8-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ അവർ ഭരിച്ചു. എവിടെയാണ്? KK ഇന്ത്യയിൽ അല്ലെ. കൂടുതലായിട്ട് ഈ പാലമാർ നിരവധി ബുദ്ധ വിഹാരങ്ങൾ നിർമ്മിച്ചു ട്ടോ.
Okay, the Pala kings who ruled from 8th to mid 9th century. Common era മറക്കരുത് ട്ടോ മക്കളെ. With the center of power എവിടെയായിരുന്നു? ഏത് സ്ഥലത്താണ് അവരുടെ center of power? It is in Eastern India. Okay, and Eastern India, it is in Bengal. Build lot of ബുദ്ധ വിഹാരങ്ങള് അവർ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അയൽനാടായിട്ടുള്ള ടിബറ്റുമായി അവർ ബന്ധം സ്ഥാപിച്ചു. അവരുടെ അയൽ രാജ്യമായിട്ടുള്ള ബുദ്ധിസ്റ്റുമായി അവർക്കൊരു ബന്ധം സ്ഥാപിച്ചു അല്ലെ. They established relation with the neighboring countries like Tibet. പിന്നെന്ത് സംഭവിച്ചു? അതുകൊണ്ട് തന്നെ അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ എത്തിയല്ലോ. സോ തൽഫലമായി ടിബറ്റിൽ നിന്ന് നിരവധി ബുദ്ധ അനുയായികള് പഠനത്തിനായിട്ട് നാളന്ദയിലേക്കും വിക്രംശിലയിലേക്കും ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി. ടിബറ്റുമായിട്ട് ഈ പല രാജാക്കന്മാരൊക്കെ ഒരു റിലേഷൻഷിപ്പില് ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോ അവിടെയുള്ള ബുദ്ധമതക്കാരൊക്കെ ഇവിടേക്ക് പഠിക്കാൻ വേണ്ടി വന്നു. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയില്? നാളന്ദ, വിക്രംശില യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കാൻ വേണ്ടി വന്നു കേട്ടോ. So അതാണ് പറയുന്നത്. As a result, many Buddhist followers came to Nalanda and Vikramshila for the studies. Okay. പിന്നെ അറേബ്യയിലെ ഖലീഫയുമായും തെക്കു കേക്കേഷ്യയുമായും പാലന്മാർ ബന്ധം പുലർത്തിയിരുന്നു. അറേബ്യൻ റീജിയൻസുമായിട്ടും നല്ല ബന്ധമാണ് കേട്ടോ നമ്മുടെ പാല രാജാവായ ധർമ്മപാലയ്ക്കുള്ളത് അല്ലെ. The Palas maintained relationship with the caliphs of അറേബ്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അറേബ്യയുമായിട്ടും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടും അവർക്ക് നല്ലൊരു റിലേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടുകയും ചെയ്തു. Though the economic condition of Palla state become increased or improved, okay, because of trade with these areas like Tibet and Arabs. Okay, അത് കൂടാതെ അവര് മലയ അല്ലെങ്കിൽ ജാവ, സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാക്കന്മാർ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയച്ചിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അല്ലെ. ഏതാണ്? ദ ശൈലേന്ദ്ര കിങ്സ് ഹു റൂൾഡ് മലയ, ജാവ സുമാത്ര എന്ന് പറയുന്ന രാജ്യങ്ങൾ ഭരിക്കുന്ന ശൈലേന്ദ്ര കിങ്സ് അവരുടെ ഡിപ്ലോമാറ്റ്സിനെ എവിടേക്ക് അയച്ചു? ഈ ഒരു പല രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നത്? പിന്നെ പാലസ് അധികാരത്തിൽ നിന്ന് അതേ കാലഘട്ടത്തില് 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ വന്നിട്ടുള്ള ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തെ ഭരണാധികാരികളാണ്. മറ്റൊരു ഭരണാധികാരികളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാരാണ്? പാല രാജാക്കന്മാരുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉത്തരേന്ത്യൻ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന ഒരു രാജാവിനെ അവിടെ കാണാം. ആരാണ്? Pratiharas ആണ്. Were the rulers of the western part of North India in the same period. Which century? It is from 8th to 10th century. Okay, when the Pallas were in power. Pallavas ഒരു സൈഡിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സെയിം പീരീഡില് പ്രതിഹാരാസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. AD 10ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഗുജറാത്ത് സന്ദർശിച്ച ബാഗ്ദാദ് സ്വദേശിയായ അൽ മസൂദി അൽ മസൂദി പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങൾ വിവരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്താണ്? ബാഗ്ദാദ് എന്ന് പറയുന്ന അവിടെ സ്ഥലത്തുള്ള ഒരാള്, എ നേറ്റീവ് ഓഫ് ബാഗ്ദാദ്. പേരെന്താണ് അവരുടെ? അൽ മസൂദി. എവിടെ വിസിറ്റ് ചെയ്തു? who visited Gujarat at the beginning of 10th century. 10ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് അൽ മസൂദി എന്ന് പറയുന്ന ബാഗ്ദാദിൽ ഒരാൾ വന്നിട്ട് ഇവിടുത്തതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഈ പ്രതിഹാര കിങ്സ് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് നേടി എന്നൊക്കെ അവരുടെ ബുക്സിൽ നല്ല രീതിയിൽ വിവരിച്ചിട്ടുണ്ട് കേട്ടോ. സോ ബോജയായിരുന്നു ഏറ്റവും പ്രമുഖരായ പ്രതിഹാര ഭരണാധികാരി. അപ്പൊ അവരുടെ ഒരു വ്യൂ പോയിന്റിൽ ആരായിരുന്നു നല്ല ഭരണാധികാരി? ഇറ്റ് ഈസ് ബോജ എന്ന് പറയുന്നതായിരുന്നു വാസ് മോസ്റ്റ് പ്രൊമിനന്റ് പ്രതിഹാര റൂളർ. ഓക്കെ, ഇനി കലയെയും സാഹിത്യത്തെയും പ്രതിഹാരർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ പ്രതിഹാര റൂളേഴ്സിന് കൂടുതൽ ഇഷ്ടം എന്തൊക്കെയാണ് അല്ലെ? കലയും സാഹിത്യവുമാണ് അല്ലെ. ദ പ്രതിഹാരാസ് പ്രൊമോട്ടഡ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ഓൾസോ സംസ്കൃത ഭാഷയിലെ കവിയും നാടകക്കാരനുമായിട്ടുള്ള കാവ്യമീമാംസ, കർപ്പൂര മഞ്ചരി എന്നീ കൃതികളുടെ രചയിതാവുമായ രാജശേഖരൻ അല്ലെ പ്രതിഹാരയുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത് അല്ലെ. എന്താ പറയുന്നത്?
ദ സാൻസ്ക്രിറ്റ് പോയറ്റും പ്ലെയറൈറ്റുമായിട്ടുള്ള രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തി ഓർഡർ ചെയ്ത വർക്ക്സ് ആണ് കാവ്യമീമാംസ ആൻഡ് കർപ്പൂര മഞ്ജരി. അദ്ദേഹം ജീവിച്ചത് എവിടെയാണ്? ആ ഒരു പ്രതിഹാര രാജാക്കന്മാർ നിൽക്കുന്ന പാലസിലാണ് കേട്ടോ അദ്ദേഹത്തിന് പ്ലേസ് ഉള്ളത് താമസിക്കാൻ വേണ്ടിയിട്ട്. സോ ദേ ബിൽറ്റ് മെനി ബ്യൂട്ടിഫുൾ ടെമ്പിൾസ്. ഇവരെല്ലാം കൂടെ കൂടിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള അമ്പലങ്ങൾ കെട്ടിപ്പടുക്കി. എവിടെയാണ്? എറ്റ് കനൌജ് അല്ലെ, ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൌജിൽ അവർ മനോഹരങ്ങളായിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. They built many beautiful temples and buildings at Kanauj in modern ഉത്തർപ്രദേശ്. ഓക്കെ, പിന്നെയോ 8-9 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായി അയച്ചിരുന്നു. ഈ ഒരു കാലഘട്ടത്തില് 8-9 നൂറ്റാണ്ടുകളിലൊക്കെ ഇന്ത്യയിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ. ഈ ഒരു എന്തിലൊക്കെ ഈ നയതന്ത്ര ഈ പല രീതിയിലും പല സ്കിൽസും ഉള്ള ആളുകളെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇറ്റ് ഈസ് ഡ്യൂറിംഗ് 8th and 9th century, scholars from India were sent as diplomats to the palace of Caliph of Baghdad. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും അറബി ലോകത്ത് പ്രചരിപ്പിച്ചു. അവരെന്തിനു വേണ്ടിയിട്ടാ പോയത്? ഇന്ത്യയിലുള്ള പണ്ഡിതന്മാര് അവിടെയുള്ള ബാഗ്ദാദിലുള്ള ആളുകളെ എന്തൊക്കെ പഠിപ്പിച്ചു? They spread the Indian science and mathematics. അവിടെ അറബ് വേൾഡിലൊക്കെ അവര് സ്പ്രെഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ സിന്ധിലെ അറബ് ഭരണാധികാരികളുമായി പ്രതിഹാരർ ശത്രുതയിലായിരുന്നു അല്ലെ. സിന്ധിലെ അറബ് ഭരണാധികാരികളായിട്ട് നമുക്ക് അത്ര നല്ല ടച്ചപ്പിലല്ല എങ്കിലും ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും പണ്ഡിതരുടെ സഞ്ചാരവും യഥേഷ്ടം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യക്കും ഇടയിൽ ഇക്കാലത്ത് നടന്നിരുന്നു. രണ്ടും തമ്മിൽ അത്ര ഇതിലല്ലെങ്കിലും പക്ഷെ അവരുടെ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നതിന് അവർക്ക് ഒരു അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ സ്പൈറ്റ് ഓഫ് ദ ഹോസ്റ്റിലിറ്റി ബിറ്റ്വീൻ അറബിക് റൂളേഴ്സ് ഓഫ് സിന്ധ് ആൻഡ് പ്രതിഹാരാസ്, ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ട്രാവൽസ് ഓഫ് സ്കോളേഴ്സ് went on freely എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്രീലി ആയിട്ടാണ് എല്ലാ ട്രേഡിംഗ് പേർപ്പസ് ഒക്കെ നടന്നത്. അവർക്ക് മനസ്സിൽ രണ്ടുപേർക്കും അറബ് വേൾഡിലുള്ളയും അതുപോലെ തന്നെ ഈ ഒരു പ്രതിഹാരാസിന് മനസ്സിൽ വിദ്വേഷമുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അവിടെയുള്ള സ്കോളേഴ്സ്, ഇന്ത്യയിലുള്ള സ്കോളേഴ്സ് അവിടെ പോയിട്ട് ഇവരുടെ എഡ്യൂക്കേഷണൽ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുകയും അതുപോലെ തന്നെ അറബിക് വേൾഡിലുള്ള അവരുടെ ലിറ്റററി ബുക്സ് ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൊന്നും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര എതിർപ്പൊന്നുമില്ല കേട്ടോ. സോ ഇതാണ് കർണാടകത്തിലെ ഗുൽബർഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാൽവേദ് അല്ലെ. ഇറ്റ് ഈസ് കോട്ടയുടെ ചിത്രമാണ് കേട്ടോ. എ പിക്ചർ ഓഫ് മാൽവേദ് അല്ലെ. മാൽവേദ് ഫോർട്ട് സിറ്റുവേറ്റഡ്. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോർട്ട്? ഗുൽബർഗ ഡിസ്ട്രിക്റ്റ് ഇൻ കർണാടക. അതിന്റെ ഒരു ചിത്രമാണ് കേട്ടോ അവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഷഹബാദ് ശില എന്ന് ഈ പ്രദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചുണ്ണാമ്പ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഷഹബാദ് ശില, ഷഹബാദ്. അപ്പൊ അങ്ങനെ ഷഹബാദ് ശില എന്ന് പറയുന്ന ഈ ഒരു ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടത് എന്ത് കല്ലുകൊണ്ടാണ്? ലൈംസ്റ്റോൺ അല്ലെ, ചുണ്ണാമ്പ് കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലൈംസ്റ്റോൺ, ലോക്കലി നോൺ ആസ് എന്താണ്? ഷഹബാദ് ശില. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വളരെ പൗരാണികമായിട്ടുള്ള കോട്ടയാണ് ഇതെന്ന് മനസ്സിലായിട്ടില്ലേ ആ ഒരു ഇത് കണ്ടപ്പോ? ഇത് 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ ഡെക്കാണിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാഷ്ട്രകൂടരാണിത്. രാഷ്ട്രകൂടാസ് ആണ് കേട്ടോ ഈ ഒരു ഇത് നിർമ്മിച്ചത്. ഈ ഒരു ഏതാണ്? ഇറ്റ് ഈസ് ദ മാൽവേദ് കോട്ടയൊക്കെ നിർമ്മിച്ചത് ആരാണ് മക്കളെ? ഈ ഒരു ഇതൊക്കെ നിർമ്മിച്ചത് നമ്മുടെ രാഷ്ട്രകൂടാസ് രാജാക്കന്മാരാണ് കേട്ടോ. ഓക്കെ, ആൻഡ് അവർ ആധിപത്യം സ്ഥാപിച്ചത് എവിടെയാണ്? ഹു ഡൊമിനേറ്റഡ് ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ. ഏത് കാലഘട്ടം? ഇറ്റ് ഈസ് ഇൻ 8th to 10th century. ഓക്കെ, പിന്നെ ഇപ്പൊ ഗോവിന്ദൻ മൂന്നാമൻ, അമോഘ വർഷൻ തുടങ്ങിയവരായിരുന്നു ശ്രദ്ധേയരായ രാഷ്ട്രകൂട ഭരണാധികാരികൾ. ആരൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള രാഷ്ട്രകൂട രാജാക്കന്മാര് മക്കളെ? ആരൊക്കെയാന്ന് ചോദിച്ചാൽ ആരൊക്കെ പേര് പറയും? ഗോവിന്ദൻ III ആൻഡ് അമോഘ വർഷൻ were the prominent രാഷ്ട്രകൂട റൂളേഴ്സ്. ഓക്കെ, പിന്നെ അമോഘ വർഷൻ കന്നഡ ഭാഷയിൽ രചിച്ചിട്ടുള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൃതി ഉണ്ട് കേട്ടോ മക്കളെ. അതാണ്
കവിരാജമാർഗം എന്ന് പറയുന്ന ബുക്ക് വളരെ ഫേമസ് ആണ് കേട്ടോ. അമോഘവർഷൻ കന്നഡ ഭാഷയിൽ രചിച്ചിട്ടുള്ള ഒരു പ്രസിദ്ധ കൃതിയാണ് കേട്ടോ. ഇത് മതസഹിഷ്ണുത പുലർത്തിയിരുന്ന രാഷ്ട്രകൂട ഭരണാധികാരികൾ മെയിനായിട്ട് അവർ ഏതൊക്കെ റിലീജിയനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ശൈശവ മതത്തോടും വൈഷ്ണവ മതത്തോടും ഒപ്പം ജൈന മതത്തെയും അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു അല്ലെ. എന്താണ് കവിരാജമാർഗം അല്ലെ? കവിരാജമാർഗം ഇസ് എ നോട്ടബിൾ വർക്ക്. ആരാണ് എഴുതിയത്? ഇറ്റ് ഇസ് അമോഘവർഷൻ. ആ ഒരു രാഷ്ട്രകൂട ടൈമിലുള്ള പ്രസിദ്ധ അല്ലെ പ്രസിദ്ധ കഥാകൃത്ത് എഴുതിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. കന്നഡയിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് കവിരാജ മാർഗം. ഓക്കെ, രാഷ്ട്ര റൂളേഴ്സ് ഉണ്ടല്ലോ, രാഷ്ട്രകൂട റൂളേഴ്സ് മെയിൻ ആയിട്ട് അവര് റിലീജിയസ് ഇൻഫ്ലുവൻസ് ഉള്ള റിലീജിയൻസ് ജാതികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ജൈനിസം, ശൈവിസം ആൻഡ് വൈഷ്ണവിസം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ രാജാക്കന്മാരാണ്? ഗോവിന്ദൻ III ആൻഡ് അമോഘവർഷൻ അല്ലെ തുടങ്ങിയവരാണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ഈ ജൈന, ശൈവിസം, വൈഷ്ണവിസം അല്ലാതെ ഈ ഒരു മുസ്ലിം വ്യാപാരികൾക്കും വ്യാപാരം നടത്താനും സ്ഥിരവാസത്തിനും ഒക്കെ അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഇവർ തന്നെ ഈ രാഷ്ട്രകൂട ഭരണാധികാരികൾ തന്നെ അവര് ഒരുക്കി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. എന്താ പറയുന്നത്? They also provide facilities for the Muslim traders to trade, to settle down and to propagate their faith. Okay, പിന്നെയോ ഇത് വിദേശ വ്യാപാരത്തെയും ശക്തിപ്പെടുത്തി അല്ലെ. രാഷ്ട്രകൂടർക്ക് എല്ലാ റിലീജിയനിലുള്ള ആളുകളെയും അവർക്ക് എന്താണ് ഒത്തൊരുമയോടെ കൊണ്ടുപോകണത്. ഒരു റിലീജിയസ് ഡൈവേഴ്സിറ്റി ആഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ രാഷ്ട്രകൂട ഭരണാധികാരികൾ എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ഓൾസോ ദേ പ്രൊപ്പഗേറ്റ് ദെയർ ഫെയ്ത്ത്, this strengthen the foreign trade. അങ്ങനെ മറ്റുള്ള രാജ്യത്തുള്ള ആളുകളും അവരുടെ റിലീജിയനും അവരെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഫോറിൻ ട്രേഡിനാണ് അല്ലെ. ഇന്ന് ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വിദേശ വ്യാപാരത്തിനാണ് വഴിയൊരുക്കിയത്. പിന്നെ രാഷ്ട്രകൂടാസ് ഇത് മാത്രമാണോ പ്രൊമോട്ട് ചെയ്തത്? they also promoted അല്ലെ. അവർ കലയെയും സാഹിത്യത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു അല്ലെ. രാഷ്ട്രകൂടാസ് they promoted art and literature. പിന്നെ അവരുടെ കൊട്ടാരത്തില് രാഷ്ട്രകൂടന്മാരുടെ കൊട്ടാരത്തിൽ എന്തൊക്കെ ഇതാണ് പ്രോത്സാഹിപ്പിച്ചത് നമുക്ക് നോക്കിയാലോ. അവര് സംസ്കൃത പണ്ഡിതന്മാർക്കും പുറമെ മറ്റു ഭാഷകളിൽ എഴുതുന്ന സാഹിത്യകാരന്മാർക്കും വേണ്ടിയിട്ട് അവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൊട്ടാരത്തിൽ സംസ്കൃത പണ്ഡിതന്മാരും ഒക്കെ അതുപോലെ തന്നെ മറ്റു ഭാഷകളിൽ എഴുതുന്ന സാഹിത്യകാരന്മാരൊക്കെ താമസിച്ചിരുന്നു എന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ് അല്ലെ അത്. ബിസൈഡ് സാൻസ്ക്രിത് പണ്ഡിത്, literatures who used to write in other literatures who used to write in other languages is also lived in their palace അല്ലെ. പിന്നെ എന്താണ് വേറൊരു വസ്തുത? പിന്നെ എലോറയിലുള്ള ഈ കൽവെട്ട് ക്ഷേത്രമൊക്കെ നിർമ്മിച്ചത് ആരാണെന്നാ നിങ്ങളെ വിചാരം? രാഷ്ട്രകൂടന്മാരാണ് കേട്ടോ. ഏതാണ്? The rocket temple of Ellora was built by Rashtrakudas. Okay, രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായി കൂടുതൽ വിഭജിക്കപ്പെട്ടു. പിന്നെ വേറൊരു ഡീമറൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈമില് അവിടെയുള്ള ആളുകൾ ജാതിയുടെ പേരിൽ ഒരു വേർതിരിവുണ്ട്. അത് വലിയൊരു ദോഷമായി പോയറിയില്ല. എല്ലാം നല്ലത് ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ ഇതായി. Society was further divided on the basis of caste. Okay, in this time. പിന്നെ ചാതുർവർണ്ണത്തിന് പുറമെ പലതരം വിവേചനങ്ങളും അയിത്തങ്ങളും വിധേയരായ സമൂഹങ്ങളും ഈ ഒരു സ്ഥലത്ത് നിലനിന്നിരുന്നു രാഷ്ട്രകൂടാസ് ടൈമിൽ എന്നാണ് പറയുന്നത് കേട്ടോ അല്ലെ. ഇൻ അഡീഷൻ ടു ചാതുർവർണ്ണ they were also society subject to various forms of discrimination and untouchability. തൊട്ടുകൂടായ്മ, പലതരത്തിലെ വിവേചനങ്ങൾ അനുഭവിച്ച ആളുകളും ഈ രാഷ്ട്രകൂടാസ് ഭരണാധികാരികളുടെ കീഴിൽ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സമൂഹത്തിലെ ആധിപത്യ വിഭാഗങ്ങളായിട്ടുള്ള ബ്രാഹ്മണരും ക്ഷത്രിയരും അവരുടെ പദവി നിലനിർത്തി. അപ്പൊ മെയിൻ ആയിട്ട് ആരാ അവിടെ കളിക്കുന്നത്? ബ്രാഹ്മണരും ക്ഷത്രിയരും. അതെല്ലാത്തിലും അങ്ങനെ തന്നെ അല്ലെ. ഇറ്റ് ഈസ് Brahmins and Kshatriyas, the dominant section of the society, maintain their status. Okay. ഈ മരപ്പണിക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ ചെരുപ്പ് നിർമ്മാതാക്കൾ, മീൻപിടുത്തക്കാർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ വാണിജ്യത്തിന്റെ തകർച്ചയും കൃഷിയുടെ പുരോഗതിയും വൈശ്യരുടെ പദവിക്ക് കോട്ടം വരുത്തുകയും ശൂദ്രയുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു.
അല്ലെ? മെയിൻ ആയിട്ട് എല്ലാവിധ ട്രേഡിങ്ങിന് പുരോഗതിക്ക് മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മരപ്പണിക്കാരും ചെരുപ്പ് നിർമ്മാണക്കാരും മീൻപിടുത്തക്കാരും ഒക്കെ. അപ്പോ മെയിൻ ആയിട്ട് ഈ വാണിജ്യത്തില് തകർച്ച അനുഭവപ്പെട്ടത് വൈശ്യരുടെ പദവിന്റെ ഇതിൽ മേലിലാണ്. വൈശ്യരുങ്ങൾ കൂടുതൽ എന്തൊക്കെയോ തെറ്റ് അഴിമതി ചെയ്തപ്പോ അത് അവരുടെ ട്രേഡിനെ വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടു കേട്ടോ. അപ്പൊ ശൂദ്രരുടെ പ്രോഗ്രസ് അവിടെ കാണുകയും ചെയ്യാം ആ ഒരു ടൈമില്. ഇറ്റ് ഈസ് carpenters, footwear makers, fishermen, etc. But the collapse of trade and progress of agriculture damaged the status of Vaishyas. അല്ലെ? ഇപ്പൊ ട്രേഡ് ഒക്കെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തകർച്ച വന്നു. ഫാമിംഗ് നല്ല രീതിയിൽ മെച്ചപ്പെട്ടപ്പോ ശൂദ്രാസിന്റെ ലൈഫ് മെച്ചപ്പെട്ടു, വൈശ്യാസിന്റെ ലൈഫ് നേരെ താഴേക്കും പോയി. ഓക്കെ, സൈന്യത്തിൽ അംഗങ്ങളായതും ശൂദ്രരുടെ പദവി മെച്ചപ്പെടുത്തുന്നതിന് കാരണമായി. കുറെ അഗ്രികൾച്ചർ മെച്ചപ്പെട്ടു, ശൂദ്രരുടെ ലൈഫ് മെച്ചപ്പെട്ടു. അതുപോലെ തന്നെ സൈന്യത്തിൽ കുറെ ശൂദ്രരുടെ മക്കള് ഉൾപ്പെട്ടപ്പോ അവരുടെ ലൈഫ് ഒന്നുകൂടെ ബെറ്റർ ആയി മാറി. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ആർമി ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഇംപ്രൂവ്മെന്റ് ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് ശൂദ്രാസ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡിസ്കസ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു? എന്തൊക്കെയാണ്? പല്ല കിങ്സ് അല്ലെ? First one, it is Palla Kings. It is ധർമ്മപാലന്റെ ടൈമിലാണ് എന്തൊക്കെ വന്നത്? എന്തൊക്കെ വന്നിട്ടുള്ളത്? മെയിൻലി നളന്ദ യൂണിവേഴ്സിറ്റി, വിക്രംശീല യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് വിക്രംശീല യൂണിവേഴ്സിറ്റി വന്നത്. പിന്നെ രാഷ്ട്രകൂട രാജാക്കന്മാരുടെ ടൈമിൽ എന്തൊക്കെയാ വന്നത്? രാഷ്ട്രകൂടാസ്. They supported Jainism, Vaishnavism. പിന്നെ മെയിൻ ആയിട്ട് അവിടെ എന്തൊക്കെ എക്സിസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്? അൺടച്ചബിലിറ്റി ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നില്ലേ? അൺടച്ചബിൾ, ക്ലാസ് ഡിസ്ക്രിമിനേഷൻ, അല്ലേ? ഇറ്റ് ഈസ് മെയിൻലി ചാതുർവർണ്ണ സിസ്റ്റം നമ്മൾ എഴുതിയാൽ മതി. ചാതുർവർണ്ണ. ഓക്കെ, പിന്നെന്താണ്? Literary scholars from other countries also is there. Literary other countries. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറഞ്ഞ. പല്ല കിങ്സ്, ധർമ്മപാല എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നളന്ദ യൂണിവേഴ്സിറ്റി, വിക്രംശീല യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞ രാഷ്ട്രകൂട ഡൈനസ്റ്റിനെ കുറിച്ചാണ്. അവര് ഈ ജൈനിസം, ശൈവിസം, വൈഷ്ണവിസം, ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ ഒക്കെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആളുകളായിരുന്നു അല്ലെ? അപ്പൊ അവര് പക്ഷേ എല്ലാം ഒരു മെറിറ്റായി പറയുമ്പോൾ പിന്നെ ഡീമെറിറ്റ് ആയി പറയുന്ന ചാതുർവർണ്ണ സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. അൺടച്ചബിലിറ്റി ഒക്കെ. പിന്നെ ഇവര് പല രാജ്യത്തുള്ള ലിറ്റററി സ്കോളേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് അവരെ അവിടെ പാലസിൽ നിലനിർത്തി അവരുടെ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അല്ലെ, പ്രിൻസിപ്പിൾസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അവിടെ താമസിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.